റമദാനിൽ വ്രതമെടുക്കുന്നത് പോലുള്ള പുണ്യപ്രവൃത്തിയാണ് നോമ്പ് തുറക്കാൻ സഹായിക്കുന്നത്. ലേബർ ക്യാമ്പുകളിലും ആരാധനാലയങ്ങളിലുമായി ദിവസവും 4 അക്കാഫ് അസോസിയേഷൻ ഇതുപോലെ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. അസോസിയേഷനിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളുമെല്ലാം ഒരേ മനസ്സോടെ ഇവിടെയെല്ലാം ഓടിയെത്തും. ഓരോ ദിവസവും 10,000 മുതൽ 13,000 വരെ കിറ്റുകളാണ് അക്കാഫ് അസോസിയേഷൻ വിതരണം ചെയ്യുന്നത്. ഈ ക്യാമ്പിൽ കൂടുതലും തൊഴിലില്ലാത്ത ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മളിവിടെ മാക്സിമം കോൺസെൻട്രേഷൻ നമ്മളിവിടെ കൊടുത്ത് ഇവിടെ കൂടുതൽ ഫുഡ് കൊടുക്കാറുണ്ട്. ഈ ക്യാമ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ അക്കാഫിനെ സമയമെടുത്തോളം. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ അച്ചീവ് ചെയ്തതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും ഈ പ്രാവശ്യം അച്ചീവ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതായത് ഏകദേശം ഒരു 400,000 കിറ്റ്സ് നമ്മൾ ഈ വർഷം കൊടുക്കാൻ പറ്റും. നമുക്കൊരു ആഗ്രഹമുണ്ട്, നടക്കുന്നു തന്നെയാണ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഫോക്കസ് നടക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി, ഹെൽത്ത് അതോറിറ്റി, ദുബായ് പോലീസ്, ദുബായ് ആംബുലൻസ്, ക്ലബ് FM 99.6 എന്നിവയുമായി ചേർന്നാണ് അക്കാഫ് അസോസിയേഷന്റെ സേവനം. സോനാപൂർ, അൽഖുസ് ലേബർ ക്യാമ്പുകളിലും അൽനഹദ, അൽഖുസ് പള്ളികളിലും വൈകുന്നേരം 4:30 ഇഫ്താർ കിറ്റുകളുടെ വിതരണം തുടങ്ങും. പ്രസിഡന്റ് പോൾ ടി ജോസഫ്, സെക്രട്ടറി ദീപു, ട്രഷറർ മുഹമ്മദ് നൌഷാദ്, ജനറൽ കൺവീനർ ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് ജനറൽ കൺവീനർമാരായ അക്ബർ നടുവിൽ, ജിബി ജേക്കബ്, അബ്ദുള്ള കുഞ്ഞി, ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിലെ വിതരണത്തിന് നേതൃത്വം നൽകും. വിവിധ വാണിജ്യ സ്ഥാപനങ്ങളുടെയും കോളേജ് അലൂമിനികളുടെയും സഹകരണത്തോടെയാണ് കിറ്റുകൾ എത്തിക്കുന്നത്. റമദാനിൽ വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നോമ്പ് തുറക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളത്. ഇരു കൂട്ടർക്കും പുണ്യം തുല്യമായി ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. സോനാപൂരിലെ ലേബർ ക്യാമ്പിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.